Hi all, welcome to Study Table. My name is Saint Today we are going to discuss the question answers and letters answers and all the activities of our chapter Wonders of Visible Light. Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിലയിരുത്താം അതേപോലെ ചോദ്യോത്തരങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കണ്ടിട്ട് വേണം ഇത് കാണാൻ. എങ്കിലേ നിങ്ങൾക്ക് ഇത് ഇച്ചിരി ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ലെറ്റേഴ്സ് ആൻസേഴ്സിൽ നിന്നും തുടങ്ങാം. ഓക്കെ. So, നമ്മുടെ first question ആണ് which of the following is not relevant to a plane mirror? അതായത് സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഇതിൽ ഏതാണ്? ഓക്കെ, ഏത് ഓപ്ഷൻ ആണ് അത് ബാധകമല്ലാത്തത്? ഫസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് causes dispersion of light, അതായത് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു, reflects light, പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു, produces lateral inversion, അതായത് പാർശ്വിക വിപര്യം ഉണ്ടാക്കുന്നു, produces virtual image, അതായത് മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു. ഇതിൽ ഏതാണ് സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത്? Yes, causes dispersion of light ആണ്. Okay. So the second question. 3 transparent objects are arranged in the path of a light beam. Which is the correct statement about them? അതായത് പ്രകാശബിംബം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ഏത് രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തേതില് 2, 3 അങ്ങനെ 3 ഒബ്ജക്ട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ 3 ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്ലാസ് ഷീറ്റ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, അതുപോലെ കോൺകേവ് ലെൻസും ഗ്ലാസ് ഷീറ്റും. ഇതിൽ ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുമ്പോൾ ഗ്ലാസ് ഷീറ്റ് ആണ് ആദ്യം വെച്ചിരിക്കുന്നത്, അതിനുശേഷം വെച്ചിരിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് നമ്മൾ പഠിച്ചല്ലോ, അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഡൈവേർജ് ചെയ്യാണ് അല്ലേ. അതിനുശേഷം വെച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, അത് ഫോക്കസ് ചെയ്യിക്കുന്നുണ്ട്, ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആരാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Rewrite arranging the second and the third column suitably to match the first column. അതായത് ആദ്യത്തെ കോളത്തിനോട് അനുയോജ്യമായ രീതിയിൽ 2, 3 ഈ 2 കോളങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ഓക്കെ. സോ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പ്രതിപതനം റിഫ്ലക്ഷൻ എന്തിലാണ് നടക്കുന്നത്? യെസ്, നമുക്കറിയാം റിഫ്ലക്ഷൻ എന്തിലാണ് നടക്കുന്നത്? മിററിലാണ് നടക്കുന്നത് അല്ലേ. എന്തിനാണ് റിഫ്ലക്ഷൻ? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സീ ഫേസ്, നമുക്ക് വസ്തുക്കളെ, നമുക്ക് നമ്മുടെ മുഖം കാണാൻ കഴിയും അല്ലേ. ഇനി റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അപവർത്തനം. അത് എന്തിലാണ് നടക്കുന്നത്? ലെൻസിലാണ് അപവർത്തനം നടക്കുന്നത്. ഓക്കെ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പിൽ എന്ത് ഉപയോഗിക്കുന്നു? ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഡിസ്പേർഷൻ നടക്കുന്ന എന്തിലാണ്? പ്രിസത്തിലാണ്. ഓക്കെ, പ്രിസത്തിൽ എന്ത് നടക്കുന്നു? ഡിസ്പേർഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാണാം? അതിൽ റെയിൻബോ ഈസ് ഫോംഡ് അല്ലേ, മഴവില്ല് ഉണ്ടാകുന്നു. അതുപോലെ ഇമേജ് എന്തിലാണ് ഉണ്ടാകുന്നത്? ഒപ്പേക്ക് ഒബ്ജക്റ്റിലാണ് ഉണ്ടാകുന്നത്, അതാര്യ വസ്തുവിലാണ് ഉണ്ടാകുന്നത്. എന്ത് കാണാൻ നമുക്ക് അതിൽ? സി ഒബ്ജക്റ്റ്, നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The fourth one is the actual position of a fish in water the same as the position at which it appears to us and why? വെള്ളത്തിനുള്ളിൽ കാണുന്ന മത്സ്യത്തിന്റെ യഥാർത്ഥ സ്ഥാനം നമുക്ക് കാണാവുന്നതായി തോന്നുന്ന സ്ഥാനം തന്നെയാണോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? No, അങ്ങനെയല്ല. എന്താ? Light rays coming from the fish travel through water and get deviated at the surface of separation between air and water. This is due to the refraction of light. This causes the images to form at a higher position than the original. So the fish is seen at a higher position than the normal. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ കാണുന്ന ആ ഒരു ഹൈറ്റിലല്ല മീൻ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഇച്ചിരൂടെ എങ്ങനെ കാണുന്നത്? ഈ ഫിഷ് ഈസ് സീൻ അറ്റ് എ ഹയർ പൊസിഷൻ, നമുക്ക് ഇച്ചിരൂടെ മുകളിലായിട്ടാണ് കാണുന്നത്. മീൻ ആ മത്സ്യം താഴെയായിരിക്കും, ഓക്കെ, ടാങ്കിന്റെ താഴെയായിരിക്കും. പക്ഷെ നമുക്ക് എങ്ങനെ തോന്നുന്നത്? ഇച്ചിരൂടെ മുകളിലായി, ആക്ച്വൽ പൊസിഷനിൽ ഇച്ചിരൂടെ മുകളിലായിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ കാരണം? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. കാരണം എന്താണ്? അവിടെ അപവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിലെ ഒറിജിനൽ അത് എവിടെയാണോ ആക്ച്വൽ ആയിട്ട് അതിന്റെ പൊസിഷൻ, അതിനേക്കാളും നമുക്ക് ഇച്ചിരൂടെ ക്ലോസ് ആയിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. In which of the following do we see images more clearly? New steel vessel or a used one? Why? പുതിയ സ്റ്റീൽ പാത്രത്തിലാണോ അതോ ഉപയോഗിച്ച സ്റ്റീൽ പാത്രത്തിലാണോ നമുക്ക് കൂടുതൽ നന്നായി പ്രതിബിംബം കാണാൻ കഴിയുന്നത്? എന്തുകൊണ്ട്? ഏതിലായിരിക്കും? യെസ്, ഒബ്വിയസ്ലി എന്തിലായിരിക്കും? ന്യൂ സ്റ്റീൽ പ്ലേറ്റിലാണ് അല്ലേ. We see images more clearly.
In smooth surfaces, reflect light clearly and regular reflection takes place here. But in used ones, diffuse reflection take place. നമുക്ക് ഉപയോഗിക്കാത്ത പുതിയ പാത്രങ്ങളാണെങ്കിൽ അതിലെന്ത് കാണാം, നമുക്ക് ഇച്ചിരി ഇമേജ് നമ്മുടെ ക്ലിയർ ആയിട്ട് കാണാം അല്ലേ. അതേസമയം ഉപയോഗിച്ച പാത്രങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും, യെസ്, നമുക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കാണാൻ കഴിയത്തില്ല. ഓക്കെ, so move on to the next question. Sixth one, extended activities. നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. Okay, try to capture the image of a distant objects on a screen using different convex lens. Is the image obtained when all lenses are held at the same distance? Find the difference. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരു വസ്തുവിനെ എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ, യെസ്, വിവിധ കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിച്ച് ദൂരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം എന്ത് ചെയ്യണം, സ്ക്രീനിൽ പതിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അതുപോലെ എല്ലാ ലെൻസുകളും ഒരേ അകലത്തിൽ പിടിക്കുമ്പോഴാണോ പ്രതിബിംബം ലഭിക്കുന്നത്, അതോ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് എന്ത് പറയാം, അക്കോർഡിംഗ് ടു ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് ദ പൊസിഷൻ ഓഫ് ദ സ്ക്രീൻ ചേഞ്ചസ്. ലെൻസിന്റെ കർവേച്ചർ, അതിന്റെ ആ വളവുണ്ടല്ലോ, അതനുസരിച്ച് എന്തായിരിക്കും ആ സ്ക്രീനിൽ കാണുന്ന പൊസിഷനും മാറ്റം ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. The seventh question, we have seen that while using a prism, sunlight undergoes dispersion and is split into its component colors. Try to let the component colors pass through another prism and observe. Write down the results of your observation and the inference. അതായത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ, പ്രിസം ഉപയോഗിക്കുമ്പോൾ സൂര്യപ്രകാശത്തിന് പ്രകീർണനം സംഭവിച്ച് ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമാണ് അല്ലേ. എന്താ നടക്കുന്നത്, ഇവിടെ ഡിസ്പേർഷൻ നടക്കുന്ന നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ഭാഗത്തിൽ പഠിച്ചു അല്ലേ. അപ്പൊ നോക്കി, ഇനി നമ്മൾ മറ്റൊരു പ്രിസം കൂടി ഉപയോഗിച്ച് ഈ ഘടകവർണ്ണങ്ങളെ നമുക്ക് അതിലൂടെ കടത്തി വിട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന്റെ നിരീക്ഷണ ഫലവും നിഗമനവും രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചിത്രം അപ്പൊ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, യെസ്, നമ്മൾ ഒരു പ്രിസം നമ്മൾ ഇങ്ങനെ വെക്കും അല്ലേ. ആ പ്രിസത്തിലൂടെ എന്ത് ചെയ്യും, ആ ടോർച്ച് നമ്മൾ വെട്ടം അടിക്കുമ്പോൾ എന്ത് പറ്റും, ആ ലൈറ്റ് 7 നിറമായിട്ട് സ്പ്ലിറ്റ് ആവും അല്ലേ. സ്പ്ലിറ്റ് ആവുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ വീണ്ടും ഒരു പ്രിസം നമ്മൾ നേരെ തിരിച്ചു വെക്കുക. ഓക്കെ, തലകീഴായിട്ട് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ സ്പ്ലിറ്റ് ആയ ഈ 7 നിറങ്ങൾ എന്ത് ചെയ്യും, അവർ വീണ്ടും ഒന്നിക്കും. ഓക്കെ, ഒന്നിച്ചിട്ട് അത് ഏത് നിറമാവും, വൈറ്റ് ലൈറ്റ് ആയിട്ട് അത് പുറത്തേക്ക് സ്ക്രീനിൽ നമുക്ക് കാണാം. സ്ക്രീനിൽ അപ്പൊ ഏത് നിറമായിരിക്കും പതിയുന്നത്, വൈറ്റ് ലൈറ്റ് ആണ്. ഓക്കെ, ഇത് 10th സ്റ്റാൻഡേർഡിൽ ബോർഡ് എക്സാമിലൊക്കെ പഠിക്കാനുള്ള ഒരു കാര്യം, 10th സയൻസിൽ ഉള്ള കാര്യമാണ്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഡിസ്പേർഷൻ എന്താണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് നമ്മുടെ റിസൾട്ട്, ഒബ്സർവേഷൻ റിസൾട്ട് നമുക്ക് എന്ത് പറയാം, the 7 colored spectrum recombined and gave back white light. അതായത് 7 നിറങ്ങൾ എന്ത് പറ്റി, യെസ്, അവർ ഒന്നിച്ചു വൈറ്റ് കളർ അല്ലേ, അതായത് ധവളപ്രകാശം നൽകി. ഇൻഫറൻസ് നമുക്ക് എന്ത് നിഗമനം പറയാം, the first glass prism disperses white light into 7 colors. The second glass prism, which have been placed upside down, recombines the 7 colors. അതായത് ആദ്യത്തെ പ്രിസത്തിൽ എന്താ സംഭവിച്ചത്, സ്പ്ലിറ്റ് ആയിരുന്നു അല്ലേ, വൈറ്റ് ലൈറ്റ് എത്ര സ്പ്ലിറ്റ് ആയത്, 7 കളേഴ്സ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്തത്. പക്ഷെ സെക്കൻഡ് പ്രിസം തലകീഴായിട്ട് വെച്ചിരിക്കുന്നത് അല്ലെ, അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്ത്, ഇവിടെ റീകമ്പൈൻ നടക്കുകയാണ് അല്ലെ, അവർ ഒന്നിച്ചു അല്ലെ, 7 നിറങ്ങളും ഒന്നിച്ചു എന്തായി മാറി, വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറി. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, haven't we learned how to capture rainbow colors on a wall using a mirror? What will happen if you can separate each color from this rainbow? അതായത് കണ്ണാടി ഉപയോഗിച്ച് മഴവിൽ വർണ്ണങ്ങൾ ചുമരിൽ പതിപ്പിക്കുന്നത് നാം പഠിച്ചല്ലോ, നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു അല്ലേ. ഈ മഴവിലിൽ നിന്ന് ഓരോ വർണ്ണത്തെ നിങ്ങൾക്ക് അടർത്തിയെടുക്കാൻ പറ്റുമോ, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, as shown in the figure, prepare a mirror strip by stretching black insulation tape on all sides. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കണ്ണാടി കഷ്ണത്തില് ചുറ്റും കറുത്ത ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് ഒരു കണ്ണാടി സ്ട്രിപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ഫിക്സ് എ ഹാൻഡിൽ ടു ഇറ്റ്. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യണം, ഒരു കൈപ്പിടിയും കൂടി പിടിപ്പിക്കണം. Hold this arrangement in the path of the rainbow colors captured on the wall. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സംവിധാനത്തെ ചുവരിൽ പതിയുന്ന മഴവില്ല് വർണ്ണങ്ങൾക്കിടയിൽ പിടിച്ചു നോക്കണം. Don't you see a spectacular vision on the other side? നിങ്ങൾ എതിർഭാഗത്ത് നല്ല വർണ്ണ കാഴ്ചകൾ കാണുന്നില്ലേ? Aren't you able to make each color of your choice fall on your notebook or on your body using this apparatus? അതായത് ഇഷ്ടപ്പെടുന്ന ഓരോ വർണ്ണവും നോട്ട്ബുക്കിലേക്കോ അല്ലെങ്കിൽ ശരീരത്തിലേക്കോ പതിപ്പിക്കാൻ ഈ ഉപകരണം വഴി നമുക്ക് കഴിയും. ഓക്കെ, അപ്പൊ ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്കിനി
ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ചാപ്റ്ററിനകത്ത് കാണുന്ന ഓരോ കൊച്ചു കൊച്ചു ചോദ്യങ്ങളുണ്ടല്ലോ, നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതിലെ ആദ്യത്തെ കുഞ്ഞു ചോദ്യം എന്താണെന്ന്. ഇവിടെ നോക്കിയേ, what other objects can be used instead of a mirror? അതായത് കണ്ണാടിക്ക് പകരം നമുക്ക് മറ്റേതൊക്കെ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം? എന്തൊക്കെ ഉപയോഗിക്കാം? ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, ഷൈനിങ് ഫ്ലോർ ടൈൽ എക്സെട്ര can be used instead of a mirror. അല്ലേ, കണ്ണാടിക്ക് പകരം നമുക്ക് പുതിയ പാത്രമോ അല്ലെങ്കിൽ ടൈലൊക്കെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഇവിടെ നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, ന്യൂ സ്റ്റീൽ പ്ലേറ്റിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന എന്താ റിസൾട്ട്? റിഫ്ലെക്ട്സ് ലൈറ്റ്സ് വെരി വെൽ. നല്ല രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? പ്രകാശം നന്നായി തിരിച്ചയക്കാൻ പുതിയ പാത്രത്തിന് കഴിയും, അല്ലെ, പുതിയ സ്റ്റീൽ പാത്രത്തിന് കഴിയും. ഇതുപോലെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഇച്ചിരൂടെ വിപുലീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെ ചേർക്കാം? നമുക്ക് അലൂമിനിയം വെസൽ ചേർക്കാം. അലൂമിനിയം വെസലിൽ എങ്ങനെയായിരിക്കും? അലൂമിനിയം പാത്രത്തിൽ നല്ല രീതിയിൽ നമ്മൾ ഈ സ്റ്റീൽ പ്ലേറ്റിൽ കാണുന്ന പോലത്തെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ കിട്ടത്തില്ല, പകുതിയോളം കിട്ടത്തുള്ളൂ. റിഫ്ലെക്ട്സ് ലൈറ്റ് പാർഷ്യലി. ഓക്കെ, കാർഡ്ബോർഡിലോ? കാർഡ്ബോർഡ് ഡസ് നോട്ട് റിഫ്ലെക്ട്സ് ലൈറ്റ്. ഒട്ടും തന്നെ പ്രകാശത്തെ തിരിച്ചയക്കുന്നില്ല. ഷൈനിങ് ഫ്ലോർ ടൈൽ റിഫ്ലെക്ട്സ് ലൈറ്റ് വെരി വെൽ. ഷൈനിങ് ഫ്ലോർ ടൈൽ സ്റ്റീൽ പാത്രം പോലെ നല്ല പോലെ എന്ത് ചെയ്യും? പ്രകാശം നന്നായി തിരിച്ചയക്കും. ഓക്കെ, കളേർഡ് ക്ലോത്ത് നിറമുള്ള തുണിയോ? ഡസ് നോട്ട് റിഫ്ലെക്ട്സ് ലൈറ്റ്. ഒട്ടും തന്നെ എന്ത് ചെയ്യുന്നില്ല? പ്രകാശത്തെ തിരിച്ചയക്കുന്നില്ല. ഓക്കെ, അതുപോലെ പേപ്പർ എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് റിഫ്ലെക്ട്സ് ലൈറ്റ്. പ്രകാശത്തെ തിരിച്ച് അയക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. Which of the objects reflected light well? What is the peculiarity of their surfaces? അതായത് ഇവിടെ ഈ കാണുന്നതിൽ ഏതൊക്കെ വസ്തുക്കളാണ് പ്രകാശം നന്നായി തിരിച്ചയച്ചത്? അവയുടെ പ്രതലത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളിവിടെ കണ്ടല്ലോ ആരൊക്കെയാണ്? ഒന്ന് ന്യൂ സ്റ്റീൽ പ്ലേറ്റും, പിന്നെ മിററും, അതുപോലെ വേറെ എന്താണ്? ന്യൂ ഫ്ലോർ ടൈൽ, അല്ലെ, ഫ്ലോർ ടൈൽ എന്ന് പറയുന്നത് ഷൈനിങ് ഫ്ലോർ ടൈൽ. ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശത്തെ നന്നായി തിരിച്ചയക്കുന്നുണ്ട്, അല്ലെ. എന്തുകൊണ്ടാ? കാരണം ബിക്കോസ് the surfaces are very smooth. അവരുടെ പ്രതലം എങ്ങനെയാണ്? നല്ല സ്മൂത്ത് ആണ്, അല്ലേ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ റെഗുലർ ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അതായത് എന്താണ് ക്രമപ്രതിപതനം അതുപോലെ വിസരിത പ്രതിപതനം? ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചതാണ്, അല്ലേ. സോ എന്തിനാ നമ്മൾ ക്രമപ്രതിപതനം, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? when light falls on a mirror, a steel plate, smooth floor, etc. It is regular reflection. എന്തിനാ നമ്മൾ പറയുന്നത്? കണ്ണാടി, സ്റ്റീൽ പാത്രം, അതുപോലെ മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി എന്ത് ചെയ്യുന്നു? പ്രതിപദിക്കുന്നു, അല്ലെ. ക്രമമായാണ് പ്രതിപദിക്കുന്നത്, റെഗുലർ ആയിട്ട്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മിറേഴ്സ് ആർ സർഫേസസ് വിച്ച് റിഫ്ലെക്ട് ലൈറ്റ് റെഗുലർലി. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ഏത്? ദർപ്പണങ്ങൾ. ഓക്കെ, മിറേഴ്സ് ആണ്. എന്താണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ? when light falls on rough surfaces, it is reflected irregularly. This is diffuse reflection. അതായത് മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ ക്രമരഹിതമായ പ്രതിപതനമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ ഡു വി സീ ഒബ്ജെക്ട്സ്? ക്യാൻ വി സീ ഒബ്ജെക്ട്സ് ഇൻ എ ഡാർക്ക് റൂം? അതായത് നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുമോ? ഇരുട്ടുള്ള മുറിയിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുമോ? നോ, നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാ? ലൈറ്റ് കമ്മിങ് ഫ്രം ദ സോഴ്സസ് falls on objects and get reflected. When this reflected light enter our eyes, the objects become visible to us. The source of light either emits its own or reflect the light fall on it. There is no light in darkness, so we can't see. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്? വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപദിച്ച് കണ്ണിൽ പതിക്കുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? ആ വസ്തുവിനെ കാണുന്നത്. അപ്പോഴാ മുറിയിൽ, ആ റൂമില് ഇരുട്ടാണെങ്കിൽ, അവിടെ പ്രകാശമില്ലെങ്കിൽ നമുക്ക് വസ്തുവിനെ കാണാൻ കഴിയുമോ? ഇല്ല. അവിടെ എന്ത് നടക്കത്തില്ല? റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. റിഫ്ലക്ഷൻ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ വസ്തുവിനെ കാണാനും കഴിയത്തില്ല. സോ എന്താണ് നമുക്ക് ആവശ്യം? വെളിച്ചം, പ്രകാശം നമുക്ക് ആവശ്യമാണ്, അല്ലേ.
നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, ക്യാൻ യു മാർക്ക് ദ പാത്ത് ഓഫ് ലൈറ്റ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. നോക്കിക്കേ, ഈ കാണിക്കുന്ന ഈ ചിത്രത്തില് പ്രകാശപാത ചിത്രീകരിക്കാമോ എന്ന് ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും പ്രകാശപാത വരുന്നത്? നോക്കി, ഈ രണ്ട് ചിത്രങ്ങളുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഈ കുട്ടി എങ്ങനെയാണ് ഡ്രൈവർ കാണുന്നത്, ഓക്കെ, ഏത് രീതിയിലാണ് ഡ്രൈവർ കാണുന്നത്. അതുപോലെ ഈ പട്ടി എങ്ങനെയാണ് ഇയാള് ടോർച്ച് വെച്ചടിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, സോ അതെങ്ങനെയായിരിക്കും ആ ലൈറ്റിന്റെ പാത്ത്, പ്രകാശത്തിന്റെ പാത എങ്ങനെയായിരിക്കും? നോക്കി ഇവിടെ, യെസ്, സൂര്യപ്രകാശം കുട്ടിയുടെ മേൽ അടിക്കുമ്പോൾ അതെങ്ങോട്ട് റിഫ്ലക്റ്റ് ആവുന്നു? ഡ്രൈവറിന്റെ കണ്ണിലേക്ക്, അല്ലേ? അപ്പൊ അങ്ങനെയാണ്. നോക്കി, രണ്ടാമത്തെ എങ്ങനെയായിരിക്കും? ടോർച്ചിന് ലൈറ്റ്, യെസ്, പട്ടിയുടെ മുഖത്തേക്ക് അടിക്കും, അതിന്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് തിരിച്ച് റിഫ്ലക്റ്റ് ആവുന്നു, അല്ലേ, ആ ആളുടെ കണ്ണിലേക്ക്. സോ നമുക്കിവിടെ എന്ത് പറയാം? ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഹൗ ഡസ് ദ ഡ്രൈവർ സീ ദ ബോയ് ക്രോസിംഗ് ദ റോഡ് ഡ്യൂറിംഗ് ഡേ ടൈം? പകൽ സമയം റോഡ് മുറിച്ചു കടക്കുന്ന കുട്ടിയെ ഡ്രൈവർ കാണുന്നത് എപ്രകാരമാണ്? Light coming from the sun falls on the boy and gets reflected. When this reflected light enters the eyes of the car driver, the boy becomes visible to him. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം ആ കുട്ടിയുടെ മേൽ അടിക്കുമ്പോൾ എന്ത് പറ്റുന്നു? അത് റിഫ്ലക്റ്റ് ആവുന്നു, അല്ലേ? ആ റിഫ്ലക്റ്റ് ആവുന്നത് എവിടേക്ക് പതിയുന്നു? ഡ്രൈവറിന്റെ കണ്ണിലേക്ക് പതിയുമ്പോഴാണ് അദ്ദേഹത്തിന് കുട്ടിയെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഹൗ ഇസ് ദ ഡോഗ് സീൻ വെൻ ടോർച്ച് ഈസ് ലൈറ്റഡ്? അതായത് ടോർച്ച് തെളിക്കുമ്പോൾ നായയെ കാണുന്നത് എങ്ങനെയാണ്? എങ്ങനെയായിരിക്കും നായയെ കാണുന്നത്? ലൈറ്റ് ഫ്രം ദ ടോർച്ച് ഫോൾസ് ഓൺ ദ ഡോഗ്. ആ നായയുടെ മേലിൽ എന്ത് പതിക്കും? ടോർച്ചിലെ വെട്ടം പതിക്കും. ആൻഡ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. അത് എന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ആവും. ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എൻറ്റർ ദ ഐസ് ഓഫ് ദ മാൻ, ദ ഡോഗ് ബിക്കം വിസിബിൾ ടു ഹിം. ഈ ഒരു പ്രതിപദിക്കുന്ന പ്രകാശം എവിടേക്ക് എത്തുന്നു? ആ ആളുടെ കണ്ണിലേക്ക് അടിക്കും, അല്ലെ? കണ്ണിലേക്ക് അടിക്കുമ്പോൾ എന്താ കാണുന്നത്? അദ്ദേഹത്തിന് നായയെ കാണാൻ കഴിയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡസ് ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം അവർ ഫേസ് റീച്ച് അവർ ഐസ്? What method do we use to see our own face? അതായത് ഇവിടെ എന്താ നോക്കിയേ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം, നമ്മുടെ മുഖത്ത്, നമ്മുടെ ഫേസിൽ തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം കണ്ണിൽ പതിക്കുന്നുണ്ടോ? അത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നുണ്ടോ? What method? നമുക്ക് എന്ത് മെത്തേഡ് അതിന് ഉപയോഗിക്കാം? The light reflected from our face does not reach our eyes. നമ്മളുടെ മുഖത്ത് പ്രതിപദിക്കുന്ന പ്രകാശം നമ്മളുടെ കണ്ണിൽ പതിക്കുന്നില്ല. നമ്മൾ അതുകൊണ്ട് മുഖം കാണാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? We use mirrors to see our own face. നമ്മൾ കണ്ണാടി ഉപയോഗിച്ചാണ് നമ്മുടെ സ്വന്തം മുഖം നമ്മൾ കാണുന്നത്, അല്ലേ? The next one. ഇവിടെ നോക്കിയ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, examine the surface of a mirror. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇതെന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇറ്റ് സർഫേസ്? അതായത് മുഖം നോക്കാൻ നമ്മൾ കണ്ണാടി ഉപയോഗിക്കുമല്ലോ. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രതലത്തിന്റെ, ഉപരിതലത്തിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് അതിനുള്ളത്? ദ സർഫേസ് ഓഫ് ദ മിറർ ഈസ് വെരി സ്മൂത്ത്. അതിന്റെ ഉപരിതലം എങ്ങനെയായിരിക്കും? യെസ്, വളരെയധികം സ്മൂത്ത് ആയിരിക്കും, അല്ലേ? നെക്സ്റ്റ് ഒന്ന് നോക്കിക്കേ. Now what if we look at a steel plate or an aluminum plate instead of a mirror? How does the face appear? അതായത് കണ്ണാടിക്ക് പകരം സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ അലൂമിനിയം പ്ലേറ്റിലൊക്കെ നമ്മൾ മുഖം നോക്കുവാണെങ്കിൽ, അങ്ങനത്തെ പാത്രങ്ങൾ നോക്കുവാണെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഒരു കണ്ണാടി നോക്കുന്ന പോലെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇമേജ് കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല, അല്ലേ? If we look at a steel plate or an aluminum plate instead of a mirror, the image is not seen clearly because of irregular reflection. കാരണം എന്താ? യെസ്, കാരണം വിസരിത പ്രതിപതനം കാരണം എന്താ? നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയത്തില്ല. സ്മൂത്ത് ആയിരിക്കും സർഫസ്. മിററിന് നമുക്ക് എങ്ങനെയാണ് ദർപ്പണത്തിൽ നമ്മൾ കണ്ണാടിയിൽ നമ്മളുടെ മുഖം കാണുന്നത്, അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എവിടെ കിട്ടത്തില്ല? സ്റ്റീൽ പ്ലേറ്റിലും അലൂമിനിയം പ്ലേറ്റിലും കിട്ടത്തില്ല. സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് ലൈറ്റ് വെൽ, അല്ലെ? നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നല്ല ക്രമമായിട്ടുള്ള പ്രതിപദിക്കുന്നത് എവിടെയാണ്? യെസ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലാണ്, അല്ലെ? മിനുസമുള്ള വസ്തുക്കളിലാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആവുന്നത്. ഇൻ യൂസ് വെസൽസ് ബ്ലർഡ് ഇമേജസ് ആർ formed due to the loss of smoothness. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് എന്താ സംഭവിക്കുന്നത്? അതിലെ മിനുസം എല്ലാം നഷ്ടം ആയി കഴിഞ്ഞിരിക്കും, അല്ലേ? ഉപയോഗിക്കുന്ന പാത്രത്തിന് നല്ല സ്മൂത്ത്നെസ് കാണുമോ? ഇല്ല, അതിന്റെ മിനുസം കാണത്തില്ല. അതുകൊണ്ട് തന്നെ അതിൽ നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യാനും സാധ്യമല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. Next question നമുക്ക് ഇവിടെ നോക്കാം. Can you find out the direction in which the light falling on a surface would get reflected? അതുപോലെ നോക്കി, ഇവിടെ എന്താ ചോദിക്കുന്നത്? What happened when the light fell on the mirror placed on the table? ഓക്കെ, ഇവിടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? What happened when the light fell on the mirror placed on the table? അതായത് നമ്മൾ ആ മേശപ്പുറത്ത് വെച്ച ദർപ്പണത്തിൽ പ്രകാശം
പതിപ്പിച്ചപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ഇവിടെ നോക്കിക്കേ, ഇതിന് നിങ്ങൾ ആൻസർ ഏത് ഭാഗം എഴുതേണ്ടതെന്ന് നോക്കിക്കോളൂ. ഇത്രയും ഭാഗം ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പൊ ഈ കവർ ചെയ്യുന്നത്. ദ റേ തൊട്ട് ഇവിടം വരെ ഈ ആൻസർ ആണ്, ഇതിന്റെ ആൻസർ ആണ്. ഓക്കെ, അതായത് ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് എങ്ങനെയാണ് പതിക്കുന്നത്? ഓക്കെ, അതാണ് നമ്മുടെ ചോദ്യം. പ്ലെയിൻ മിററിൽ ലൈറ്റ് പതിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ഇവിടെ പ്ലെയിൻ മിററിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, ദ റേ falling on the mirror is called incident ray and the ray reflected from it is the reflected ray. അതായത് ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതന കിരണം എന്നും അതുപോലെ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. പിന്നെന്താ ഇവിടെ കാണുന്നത്? The line drawn perpendicular to the mirror at the point of incidence is called normal. ഇത് നോക്കി, ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതിക്കുന്ന ആ ബിന്ദുവിൽ നിന്നൊരു രേഖ വരച്ചിരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ലംബം എന്നാ പറയുന്നത്. ഓക്കെ, അതുപോലെ the angle between the incident ray and the normal is the angle of incidence and the angle between the reflected ray and the normal is the angle of reflection. ഓക്കെ, എന്താണ് ഇൻസിഡന്റ് റേയും അതുപോലെ എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും? ഓക്കെ, പ്രതിപതന കോണും അതുപോലെ എന്താ പതന കോണും എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഫിഗർ നിങ്ങൾ പഠിക്കുക. ഇതെങ്ങനെയാ വരയ്ക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കി. ഇതൊക്കെ 10th നമുക്ക് ഇതൊക്കെ ഉള്ളതാണ്. 10ാം ക്ലാസ്സിലും ഇതെല്ലാം ഉൾപ്പെടുന്ന സിലബസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വളരെ ഈസിയുമാണ്. ഓക്കെ, പ്ലെയിൻ മിററിൽ ലൈറ്റ് വന്ന് പ്രകാശം പതിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് ഇതിന്റെ ഉത്തരമാണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കാണുന്നത്? നമുക്ക് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും, അതായത് എന്താ പതന കോണും പ്രതിപതന കോണും. അത് നമുക്ക് എങ്ങനെ ഫിൽ ചെയ്യുന്നത്? പതന കോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ റിഫ്ലക്ഷൻ എത്ര തന്നെ ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രി ആണെങ്കിൽ റിഫ്ലക്ഷനും 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി 45 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും? യെസ്, പ്രതിപതനം എന്ത് തന്നെയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. നെക്സ്റ്റ് വൺ നോക്കിയേ, ഡിഫൈൻ ലാറ്ററൽ ഇൻവേർഷൻ. എന്തിനെയാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ ഓൾറെഡി അതിന്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്തിനെയാണ് നമ്മൾ പറയുന്നത്? യെസ്, ഷിഫ്റ്റ് ഇൻ ദ, നോക്കിക്കേ ഇവിടെ തൊട്ട് എഴുതണേ, a shift of the lateral side of the images in the opposite direction is called lateral inversion. അതായത് നമ്മൾ എന്തിനെയാണ് പറയുന്നത്? പാർശ്വിക വിപര്യം എന്ന്. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം എന്ത് ചെയ്യും? വിപരീത ദിശയിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർശ്വിക വിപര്യം. പാർശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പകുതി ഭാഗം അല്ലെ. പകുതി ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? പാർശ്വഭാഗം വിപരീത ദിശയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി, നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആംബുലൻസിന്റെ ചോദ്യമാണ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ റൈറ്റിംഗ് ആംബുലൻസ് ഇൻ ദാറ്റ് വേ? അതായത് എന്തുകൊണ്ടാണ് ആംബുലൻസ് എന്ന് പേര് ഇങ്ങനെ എഴുതാനുള്ള കാരണം? എന്തായിരിക്കും ഇതിന്റെ കാരണം? ലാറ്ററൽ ഇൻവേർഷൻ ഈസ് മെയ്ഡ് യൂസിങ് ഇൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് ആംബുലൻസ് വൺസ്. അതായത് ആംബുലൻസ് വാനുകളിലൊക്കെ ഏത് രീതിയിൽ അവർ എഴുതുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ ഈ ഒരു മെത്തേഡിലാണ് എഴുതുന്നത് അല്ലെ. അവർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതുന്നത്. On them, the name is written in the reverse order. Reverse orderലാണ് എഴുതുന്നത് അല്ലേ. The drivers of the vehicle going in front will read the word correctly on the mirrors fixed at the right side of the vehicle and will promptly give sight to the ambulance to overtake those vehicles. അതായത് ഇപ്പൊ ഒരു വാഹനം മുമ്പിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ പുറയുന്ന ആംബുലൻസ് വരുവാണെങ്കിൽ അവർ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് തന്നെ സെക്കൻഡ് കൊണ്ട് അവർ എന്ത് ചെയ്യും? പെട്ടെന്ന് സൈഡ് കൊടുക്കും. എന്തുകൊണ്ട് അവർ സൈഡ് കൊടുക്കാൻ കാരണം? യെസ്, അവർ സൈഡ് കൊടുക്കുന്നതിന് അവരുടെ മിററിൽ കൂടെ നോക്കുമ്പോൾ അവർക്ക് എന്ത് കാണാം? ആംബുലൻസ് എന്നവർക്ക് നേരെയാണ് അവർ വായിക്കുന്നത്. ഓക്കെ, ഒരു വേർഡ് എങ്ങനെയാ കറക്റ്റ്ലി ആയിരിക്കും അവർക്ക് കാണാൻ കഴിയുന്നത്? അവരുടെ മിററിൽ, അവരുടെ വലതുഭാഗത്ത്, വാഹനത്തിന്റെ വലതുഭാഗത്ത് കാണുന്ന മിററിൽ നോക്കുമ്പോൾ എന്ത് കാണാം? ആംബുലൻസ് എന്നവർ വായിക്കുന്നത് എങ്ങനെയാണ്? നേരെ ഓർഡറിലായിരിക്കും വായിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ച് ആംബുലൻസ് എന്ന് വാനുകളിൽ എഴുതാൻ കാരണം. എന്തുകൊണ്ട്? അവിടെ ലാറ്ററൽ ഇൻവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. What are the properties of the image formed by a plane mirror? അതായത് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമുക്ക് അത് ഓൾറെഡി അറിയാം. എന്തൊക്കെ സവിശേഷതകളാണ് സമതല ദർപ്പണത്തിൽ കാണുന്നത്? യെസ്, ഫസ്റ്റ് വൺ ആണ് the size of the image will be the same as that of the object അല്ലെ. ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം? വസ്തുവിന്റെ വലിപ്പം തന്നെ ആയിരിക്കും
പ്രതിബിംബത്തിന്. പിന്നെന്തുണ്ട്? The distance between the image and the mirror is equal to the distance between the object and the mirror. അതായത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എന്താണ്? തുല്യമായിരിക്കും. ഓക്കെ. അതുപോലെ the image will undergo lateral inversion. ഇവിടെ എന്ത് നടക്കും? പാർശ്വിക വിപര്യം നടക്കും അല്ലെ? പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം നടക്കും. Next one. Next question നോക്കിക്കേ. Is there any difference between the images formed on the inner and the outer surfaces of a steel ladle? അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു തവിയുടെ ഉൾഭാഗത്തും അതുപോലത്തെ അതിന്റെ പുറം ഭാഗത്താണ് ചോദ്യം. ഇതാണ് കേട്ടോ. പുറം ഭാഗത്തും നമ്മൾ ഇമേജ് കാണുമല്ലോ, വസ്തുവിന്റെ പ്രതിബിംബം കാണുമ്പോൾ അത് ഒരേപോലെയാണോ ഇരിക്കുന്നത്? ആണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അല്ല അല്ലേ? The images of a face seem to be different when we look at the front side and back side of a ladle. ഒരു തവിയുടെ മുന്നും അതുപോലെ അതിന്റെ പുറകിലും നോക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള ഇമേജ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് നോക്കിക്കേ. When we look on the front of the ladle, the image will be very large. നമ്മൾ ആ തവിയുടെ മുൻഭാഗത്ത് നോക്കുമ്പോൾ എന്താ കാണുന്നത്? വലിയ ഇമേജ് ആയിരിക്കും, വലിയ പ്രതിബിംബമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ പുറകിൽ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇമേജ് സീംസ് ടു ബി സ്മോൾ. നമുക്ക് കാണുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഷീറ്റിന്റെ ആകൃതി ഉണ്ട് അല്ലെ? ഷേപ്പ് ഓഫ് ദ ഷീറ്റും ഉണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഉണ്ട്, പ്രതിബിംബത്തിന്റെ സവിശേഷതയുണ്ട്. നമ്മൾ എടുക്കുന്ന ഷീറ്റ് ഒരു പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ കാണുന്ന ഇമേജിന്റെ സവിശേഷത പ്രോപ്പർട്ടി എന്തായിരിക്കും? സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെ? നമുക്ക് കാണാൻ കഴിയുന്ന അതേ വസ്തുവിന്റെ അതേ വലിപ്പമായിരിക്കും എന്ത്? പ്രതിബിംബത്തിനും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ എടുക്കുന്ന ഷീറ്റ് അല്പം ബെൻഡ് ഫോർവേഡ് ആണെങ്കിൽ, മുന്നോട്ട് വളഞ്ഞതാണെങ്കിൽ നമുക്ക് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും, എങ്ങനത്തെ പ്രതിബിംബമായിരിക്കും കാണാൻ കഴിയുന്നത്? സ്മോൾ സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. വസ്തുവിനേക്കാളും ചെറിയ സൈസിലുള്ള ഇമേജ് ആയിരിക്കും, പ്രതിബിംബമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ബെൻഡ് ബാക്ക്വേർഡ്, നമ്മൾ എടുക്കുന്ന ഷീറ്റ് പിന്നോട്ട് വളച്ചതാണെങ്കിലോ നമുക്ക് എങ്ങനത്തെ പ്രതിബിംബം കാണാൻ കഴിയും? ബിഗ് സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് വസ്തുവിനേക്കാളും വലുപ്പം കൂടിയ പ്രതിബിംബമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കി നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? Have you noticed mirrors in vehicles? How do the surface of these mirrors appears? അതായത് നിങ്ങൾ വാഹനങ്ങളിൽ വെഹിക്കിൾസിൽ മിറർ കണ്ടിട്ടുണ്ടോ? അവരുടെ സർഫസ്, അവരുടെ ദർപ്പണത്തിന്റെ ഉപരിതലം എങ്ങനെയാണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദിസ് മിറേഴ്സ് ബെൻഡ് ഫോർവേഡ്. അവര് മുന്നോട്ട് എങ്ങനെയായിരിക്കും? ബെൻഡ് ആയിരിക്കും അല്ലെ? മുന്നോട്ട് വളഞ്ഞതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. How does the surface of each mirror differ? അതായത് ഓരോ ദർപ്പണത്തിന്റെയും പ്രതലം എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതായത് പ്ലെയിൻ മിററും കോൺവെക്സ് മിററും കോൺകേവ് മിററും 3 ടൈപ്പ് ദർപ്പണങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? ഇവരുടെ എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത്, എന്തൊക്കെ വ്യത്യാസങ്ങളുള്ളത്? ഈ 3 കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ. ഈ 3 കാര്യം തന്നെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആയി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇതേ കാര്യം തന്നെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? If the reflecting surface of the mirror is curved outwards is known as convex mirror and the reflecting surface of the mirror is curved inwards is known as concave mirror. A mirror with a plane surface is called a plane mirror. അതായത് ഇവിടെ എന്താ നടക്കുന്നത്? എന്താ ഞാൻ പറഞ്ഞത്? പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണെങ്കിൽ അത് എങ്ങനത്തെ ദർപ്പണമായിരിക്കും? ഒരു കോൺവെക്സ് ദർപ്പണമായിരിക്കും. ഓക്കെ. അതുപോലെ പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതാണെങ്കിലോ, ഇൻവേർട്സ് വളഞ്ഞതാണെങ്കിൽ അത് കോൺകേവ് ദർപ്പണമായിരിക്കും. ഇനി പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായതാണെങ്കിലോ അത് പ്ലെയിൻ മിറർ ആയിരിക്കും. ഓക്കെ. സോ അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കി നമുക്ക് അടുത്ത ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോക്കി, നമ്മളൊരു കോൺകേവ് മിറർ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒബ്ജക്റ്റ് എങ്ങനത്തെ, അതിന്റെ ഇമേജ് എങ്ങനെയായിരിക്കും? ആ വസ്തുവിന്റെ ഇമേജ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡും ഡിമിനിഷ്ഡും റിയൽ ഇമേജും ആയിരിക്കും. ഓക്കെ. തലകീഴായിട്ടുള്ളതും അതുപോലെ എങ്ങനെയാ? വലിപ്പം ചെറുതായിരിക്കും അല്ലെ? അതിന് വലിയ വലിപ്പം കാണുമില്ല, ഡിമിനിഷ്ഡ് ആയിരിക്കും. അതുപോലെ റിയൽ ഇമേജ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കിയേ, കോൺകേവ് മിറർ ആ കുട്ടി പിടിക്കുമ്പോൾ എങ്ങനത്തെ ഇമേജ് ആണ് കുട്ടിക്ക് കിട്ടിയെന്ന് കണ്ടില്ലേ? ഇനി നമ്മളോട് ചോദിക്കുവാണ്, അത് തന്നെ നമ്മളൊരു കോൺവെക്സ് മിറർ ഉപയോഗിച്ച് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനത്തെ പ്രതിബിംബമാണ് കാണാൻ കഴിയുന്നത്? We get an erect, enlarged and virtual image. നമുക്ക് നേരെയായിട്ടുള്ളതും നിവർന്ന ഒരു പ്രതിബിംബമായിരിക്കും. അത് നല്ല വലുപ്പം കൂടിയതും വെർച്വലും ആയിരിക്കും. ഓക്കെ. വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഥ്യാ പ്രതിബിംബമായിരിക്കും. ഓക്കെ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ കഴിയത്തില്ല. കോൺവെക്സ് മിറർ ഉപയോഗിച്ച് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മളോട് പറയാം, പ്ലെയിൻ മിറർ ഉപയോഗിച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനത്തെ പ്രതിബിംബമാണ് കിട്ടുന്നത്? If we use a plain mirror, we get a virtual image of the same size as
ആസ് ദ ഒബ്ജക്ട് ഇൻസൈഡ് ദ മിറർ. അതായത് വസ്തുവിന്റെ അതേ വലിപ്പമുള്ള നമുക്ക് പ്രതിബിംബം കിട്ടും. ഓക്കെ, പക്ഷെ അതെങ്ങനെയായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും, അത് മിഥ്യാ പ്രതിബിംബമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തിനെയാണ് നമ്മൾ പറയുന്നത്? നോക്കിക്കേ, വിച്ച് മിറർ ഈസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് ദ ഇമേജ് ഫോൾ ഓൺ ദ സ്ക്രീൻ. അതായത് ഈ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നത്, പ്രതിബിംബം പതിപ്പിക്കാൻ കഴിയുന്ന ഏത് മിററിനാണ്? കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ, പ്ലെയിൻ മിററിനാണോ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നത്? നമ്മൾ കണ്ടു, എന്തിനായിരുന്നു? യെസ്, കോൺകേവ് മിറർ ആണ് അല്ലേ. കോൺകേവ് മിറർ ഈസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് ദ ഇമേജ് fall on the screen. Okay, അപ്പൊ എന്തായിരിക്കും റിയൽ ഇമേജും വെർച്വൽ ഇമേജും? നമ്മൾ എന്തിനെയാണ് യഥാർത്ഥ പ്രതിബിംബം എന്നും അതുപോലെ മിഥ്യാ പ്രതിബിംബം എന്നും പറയുന്നത്? യെസ്, നമുക്ക് ആ ആൻസർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തിനെയാണ് നമ്മൾ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്? The image which can be caught on a screen is called real image. അതായത് നമുക്ക് ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണ് എന്ത്? റിയൽ ഇമേജ്. ഇവിടെ കോൺകേവ് നമ്മൾ മിറർ ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്തത്? സ്ക്രീനിൽ പതിപ്പിച്ചു അല്ലെ. അപ്പൊ അത് എങ്ങനത്തെ ഇമേജ് ആയിരുന്നു? റിയൽ ഇമേജ്. നോക്കി, ഇവിടെ നമ്മൾ റിയൽ ഇമേജ് എന്നല്ലേ പറഞ്ഞത്. അതുപോലെ വിച്ച് ഇസ് ഫോംഡ് ഇൻസൈഡ് ദ സ്ക്രീൻ ബട്ട് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. അതായത് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതിന് നമ്മൾ എന്ത് പറയും? മിഥ്യാ പ്രതിബിംബം. ഓക്കെ, ദർപ്പണത്തിനുള്ളിൽ കാണുന്നത് പക്ഷേ സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബമാണ് എന്ത്? വെർച്വൽ ഇമേജ്. ഓക്കെ, സോ വെർച്വൽ ഇമേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി റിയൽ ഇമേജ് ക്യാൻ ബി ഫോംഡ് യൂസിങ് എ കോൺകേവ് മിറർ. നമുക്ക് കോൺകേവ് മിററിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഒരു റിയൽ ഇമേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. What are the uses of periscope? പെരിസ്കോപ്പിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? For soldiers to look out from the trench, to see outside objects in submariners, to view the sights around. ഇതിനെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് മിറേഴ്സ്, 3 ടൈപ്പ് മിറേഴ്സ് ഉണ്ട്. കോൺവെക്സും കോൺകേവും പ്ലെയിൻ മിററും. അവരുടെ ഉപയോഗങ്ങൾ, അവരുടെ യൂസസ് എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്താണ്? ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി സമയം കളയുന്നില്ല, നിങ്ങൾ ഇത് ഓൾറെഡി എക്സ്പ്ലനേഷൻ ഭാഗം ഒന്നുകൂടെ കാണുക, കണ്ടിട്ടില്ലാത്തവർ. ഓക്കെ, അപ്പം എന്താണ് കോൺവെക്സ് ലെൻസ്, എന്തിനൊക്കെയാണ് മിറർ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, അതുപോലെ കോൺകേവ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അവരുടെ പ്രത്യേകതകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. നോക്കാം, അടുത്ത ചോദ്യം നമുക്ക് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഡസന്റ് ഇറ്റ് അപ്പിയർ ബ്രോക്കൻ. അതായത് നമ്മൾ പെൻസിൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇടുമ്പോൾ ആ പെൻസിൽ നമുക്ക് മുറിഞ്ഞതായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കാണുന്നത്? എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ. പ്രകാശത്തിന്റെ അപവർത്തനം കാരണമാണ് നമ്മൾ എന്ത് കാണുന്നത്? പെൻസിൽ ഇങ്ങനെ ഒടിഞ്ഞതായിട്ട് നമ്മൾ കാണാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ക്യാൻ യുവർ ഫ്രണ്ട് സീ ദ കോയിൻ അഗെയിൻ? ഓക്കെ, ആ റീഅപ്പിയറിംഗ് കോയിൻ ആ ഫ്രണ്ടിന് വീണ്ടും കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ദ കോയിൻ റീഅപ്പിയേഴ്സ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റീഅപ്പിയറൻസ് ഓഫ് ദ കോയിൻ? എന്തുകൊണ്ടാണ് ആ കോയിൻ വീണ്ടും കാണാൻ കഴിയുന്നത്? ദിസ് ഈസ് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. എന്തുകൊണ്ടാണ് വീണ്ടും കാണാൻ കഴിയുന്നത്? റിഫ്രാക്ഷൻ, പ്രകാശത്തിന്റെ അപവർത്തനം കാരണമാണ് അല്ലേ. അതുപോലെ ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ കോയിൻ ട്രാവൽസ് ത്രൂ വാട്ടർ ആൻഡ് എയർ ടു റീച്ച് അവർ ഐസ്. അതായത് ഇതിലൂടെയൊക്കെയാണ് എന്തൊക്കെ മാധ്യമത്തിലൂടെ കടന്നു വരുന്നത്? ജലത്തിലൂടെയും വായുവിലൂടെയും കടന്നാണ് നമ്മുടെ കണ്ണിലേക്ക് അത് എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. എക്സ്പ്ലെയിൻ റിഫ്രാക്ഷൻ. എന്തിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ റിഫ്രാക്ഷൻ ഒക്കെ കേട്ടോ. ഇതെല്ലാം 10th നമുക്ക് വീണ്ടും പഠിക്കാനുള്ള കാര്യങ്ങളാണ്. നോക്കി, എന്താണ് റിഫ്രാക്ഷൻ? Light travels from one medium to another. Its path undergoes a deviation. This phenomenon of light is called refraction. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഒരു ഡീവിയേഷൻ നടക്കുന്നു, ഒരു വ്യതിയാനം. ഓക്കെ, സോ പ്രകാശത്തിന്റെ ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന്, അപവർത്തനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. Define convex lens and concave lens. എന്തിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എന്ന് പറയുന്നത്? യെസ്, ലെൻസ് വിത്ത് എ തിക് സെൻട്രൽ പോർഷൻ ആൻഡ് തിൻ എഡ്ജ് ഈസ് കോൾഡ് കോൺവെക്സ് ലെൻസ്. അതായത് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് നമ്മൾ എന്ത് പറയുന്നു? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നു. നമ്മൾ എന്തിനാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്? ലെൻസ് വിത്ത് എ തിൻ സെൻട്രൽ പോർഷൻ ആൻഡ് തിക് എഡ്ജസ് ഈസ് കോൾഡ് കോൺകേവ് ലെൻസ്. അതായത് അതിന്റെ മധ്യത്തിൽ കനം കുറഞ്ഞ വക്കുകൾ കനം കൂടിയിരിക്കുന്നതുമാണ് എന്ത്? കോൺകേവ് ലെൻസ്. ഇവിടെ നമുക്ക് കാണാം അല്ലേ. സോ ദ നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കി, ഇവിടെ എന്താ പറയുന്നത്? ഡോണ്ട് യു ഗെറ്റ് എ ക്ലിയർ ഇമേജ്? വാട്ട് ടൈപ്പ് ഓഫ് ഇമേജ് ഇസ് ഒബ്റ്റെയിൻ? അതായത് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആണോ കിട്ടുന്നത്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ദൂരെയുള്ള ഒരു വസ്തുവിന്റെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആണോ കിട്ടുന്നത്? യെസ്, വി ഗെറ്റ് എ ക്ലിയർ ഇമേജ്. നമുക്ക് ക്ലിയർ ആയിട്ടുള്ളതാണ് കിട്ടുന്നത് അല്ലേ. വാട്ട് ടൈപ്പ് ഓഫ് ഇമേജ് ഇസ് ഒബ്റ്റെയിൻ? എങ്ങനത്തെ ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്? ചെറുതാണ് അല്ലെ, ഡിമിനിഷ്ഡ് ആണ്, അതുപോലെ ഇൻവേർട്ടഡ് ആണ്, തലകീഴായിട്ടുള്ള ഇമേജ് ആണ് കാണാൻ കഴിയുന്നത്.
ഇനി നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് കോൺകേവ് ലെൻസ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും കാണാൻ കഴിയുന്നത്? ഇമേജ് കനോട്ട് ബി ക്യാപ്ചർഡ് ഓൺ ദ വോൾ. നമുക്ക് ഭിത്തിയിൽ ചുമരിൽ ആ ഇമേജ് പതിപ്പിക്കാൻ കഴിയത്തില്ല അല്ലേ? നെക്സ്റ്റ് വൺ, ഇവിടെ നോക്കിയ അടുത്ത ചോദ്യം, വാട്ട് ചേഞ്ച് ഹാസ് ടേക്കൻ പ്ലേസ് ഓൺ ദ പാത്ത് ഓഫ് ലൈറ്റ്? ഇവിടെ പ്രകാശപാതയ്ക്ക് എന്ത് വ്യതിയാനമാണ് ഇവിടെ ഉണ്ടായത്? കോൺവെക്സ് ലെൻസ് കൺവേർജസ് അല്ലെങ്കിൽ ബ്രിങ് ക്ലോസർ ദ പാരലൽ ബീം ഓഫ് ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ഇറ്റ്. കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുന്നത്? അത് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് പ്രകാശരശ്മികൾ എന്തെങ്കിലും പരസ്പരം അടുപ്പിക്കുന്നു. ഓക്കെ, ഇനി നോക്കി ഇതേ കാര്യം നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുവാണെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? കോൺകേവ് ലെൻസ് ഡൈവേർജ് ആണ് നടത്തുന്നത്. ഓക്കെ, അതായത് പ്രകാശരശ്മികൾ എന്ത് ചെയ്യുന്നു? പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പ്രകാശരശ്മികൾ എന്ത് ചെയ്യുന്നു? അകറ്റുന്നു. ഓക്കെ, സോ ദി നെക്സ്റ്റ് വൺ, നമുക്ക് ഇവിടെ നോക്കിയ അടുത്ത ചോദ്യം, നമുക്ക് യൂസസ് ഓഫ് ലെൻസ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ലെൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ, ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കാറ്. കോൺകേവ് ലെൻസ് നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുക, വാട്ട് ആർ ദ കളേഴ്സ് ഇൻ ദ റെയിൻബോ? അതായത് റെയിൻബോയിലെ നിറങ്ങൾ നമ്മളോട് ചോദിക്കുവാണെങ്കിൽ, ഓക്കെ, വാട്ട് ആർ ദ കളേഴ്സ് നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? നമുക്ക് അറിയത്തില്ല ഏതൊക്കെ കളേഴ്സ് ആണ്? വിബ്ജിയോർ ആണ് അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് ആൻഡ് റെഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് യു സീ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഓൺ ദ വാൾ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? അതായത് ചുമരിൽ നല്ല മനോഹരമായ വർണ്ണങ്ങൾ നിങ്ങൾ കാണുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്? The splitting of sunlight by water drops is the reason for this beautiful color. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ കാണുന്നത്? സൂര്യപ്രകാശം വാട്ടർ ഡ്രോപ്സിലല്ലേ, അതായത് ജലകണികകളിൽ വന്ന് അടിക്കുമ്പോൾ എന്ത് പറ്റും? അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുകയാണ് അല്ലേ? അതായത് അവിടെ സ്പ്ലിറ്റിംഗ് ചെയ്ത് നമുക്ക് എന്ത് കാണാം? ബ്യൂട്ടിഫുൾ കളേഴ്സ്, 7 നിറങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കിക്കേ, അടുത്ത ചോദ്യം നമ്മളോട്, വാട്ട് ഡു വി സീ ഓൺ ദ വാൾ? നമ്മൾ ആ ചുമരിൽ എന്താണ് കാണുന്നത്? സീക്വൻസ് ഓഫ് കളേഴ്സ് അപ്പിയർ ഓൺ ദ വാൾ. നമുക്ക് ഇവിടെ എന്താ കാണുന്നത്? യെസ്, ആ നിറങ്ങൾ കറക്റ്റ് അടുക്കി അല്ലേ, സീക്വൻസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ, ഓർഡർ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്? എന്തിനെയാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് 10th പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഡിസ്പേർഷൻ? സൺലൈറ്റ് ഈസ് വൈറ്റ് ലൈറ്റ്. White light consists of 7 colors: violet, indigo, blue, green, yellow, orange and red are the colors. When light is passed through a prism, it splits into its component colors. The phenomena of splitting up of white light into its component colors is dispersion. It occurs because different colors in white light undergo different extents of refraction. Already ഞാൻ ഇത് explanation ഭാഗത്ത് നല്ല രീതിയിൽ explain ചെയ്തതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ ഭാഗം ഒന്നുകൂടി കാണുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ. മാക്സിമം എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ഓക്കെ, സോ നിങ്ങൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണുക. കണ്ടതിന് ശേഷം ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, സോ മാക്സിമം ഞാൻ ഇതിൽ എല്ലാ ക്വസ്റ്റൻ ആൻസറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.